ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നേന്ത്രക്കായ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് നോമ്പിൽ ഇത് നോമ്പ് തുറക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റ് ആവിടുക. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കറോ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ആക്കുകയും ഈസി, ഒരു 10-15 മിനിറ്റുള്ളിൽ ഞങ്ങൾ ഇത് ആക്കിയെടുക്കുക. ചുമ ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ ഇതിക്ക് പിന്നായിട്ട് ഞാനിവിടെ നേന്ത്രക്കായ എടുത്തത്. അപ്പോൾ നേന്ത്രക്കായ എടുക്കുമ്പോൾ ഇത് നല്ല പഴുത്ത് ബാല നോക്കിയിട്ട് എടുക്കണം. നല്ല പഴുത്തതിലേ നല്ല ടേസ്റ്റ് ആവിടും ഇത്. അപ്പോൾ നല്ല ഞാനിപ്പോൾ ഇത്ര 4 ബാല എടുത്തത്, വലിയ ടൈപ്പ്. ഇത് കറക്റ്റായിട്ട് 800 ഗ്രാം ബാലുണ്ട് ഇതിൽ. അപ്പോൾ ഇത്ര ബാല എടുത്തത് നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കുമോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് ചക്കര ഒന്ന് ഇതിക്ക് വേണേ ചക്കര ഒന്ന് ഞങ്ങൾ മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ പാത്രം ഒന്ന് അവിടെ വെച്ച് കൊടുത്തേ. ഇതിപ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു അച്ചി ചക്കര തെല്ല് ചെണ്ട് ചെറിയ പീസ് ചക്കര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ടോട്ടൽ ഇത് 160 ഗ്രാം ചക്കര ഉണ്ട് ഇതിൽ. കറക്റ്റായിട്ട് ഗ്രാമിൽ ചൊല്ലിട്ട് 150 കാട്ടി തെല്ലിയാറ് 160 ഗ്രാം ചക്കര ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു 1/4 കപ്പിടെ കാട്ടി തെല്ലിയാറ് തണ്ണി വീത്തണം. അരക്കപ്പ് വേണ്ട, ഞാനിപ്പോൾ അരക്കപ്പിൽ തെല്ല് നിങ്ങൾക്ക് കണ്ടത്തില്ല എത്ര തണ്ണി വീത്തനായിട്ട് 1/4 കപ്പിടെ കാട്ടി തെല്ലിയാറ് തണ്ണി മയാവും. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇതുപോലെ ചക്കരലാക്കറിയെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങൾ ഷുഗർ ഇട്ടിട്ട് പന്തരലാക്കറിയെങ്കിൽ അതും ആവും. അതിൽ പന്തരലാക്കറി വീഡിയോ ഞാൻ നിൽക്കുമ്പോൾ ഇതേ വീഡിയോ അപ്ലോഡ് ആക്കിയത്. അത് വേണ്ടിട്ടായി നോക്കുക. അതിൽ ലിങ്ക് കീഴിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ ആക്കി വയ്ക്കറേ. അപ്പോൾ ഇത് കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട് പണ്ടേ ഉള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ഇത് പന്തരലാക്കറിയെങ്കിൽ അതും ആക്കാം. ഞങ്ങൾക്ക് ആറാക്കടെ പന്തരലാക്കറ്. അപ്പോൾ ചക്കരലും നല്ല ടേസ്റ്റോട് നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കൂ. അപ്പോൾ ഇവിടെ ചക്കര മെൽറ്റായിട്ട് വന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ഏതിൽ പണ്ടാക്കടെ അതേ പാത്രത്തിൽ ഭിത്തി കൊടുത്തിട്ട് അരിപ്പിലൊന്ന് അരച്ചിട്ട് വിത്തറോ. ചക്കരയിൽ എന്തെങ്കിലും കല്ല കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോണു പോയിനായിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് വേണേ തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തേ. ഇത്ര ഇതിക്ക് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു 4 ബാലയ്ക്ക് 1.5 കപ്പ് തേങ്ങ വേണോട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കട്ടി കൊറടി ബാല എടുக்கிறீங்க തേങ്ങ ചക്കരെല്ലാം നിങ്ങൾ അതുപോലെ എടുത്തുകഴിട്ട് കൊറടി യാറാக்கிறீங்க അതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കിങ്ങിട്ട്. അപ്പോൾ ഈ ചക്കര സ്റ്റവ് ഓൺ ആക്കി കൊടുത്തേ. ചെറിയ തീയിൽ വെച്ചോളൂ. ചുമ ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഇത് തെല്ലിനാറ് ഇതുപോലെ ചന്താടി മേലെ തെല്ല് ഇത് ലൂസായിട്ടുണ്ടല്ലോ, ഒന്ന് ഗട്ടിയായിട്ട് വരണം. അതിനിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് വേണേ ഏലക്കിപ്പൊടി അതുപോലെ തെല്ലി കാഷ്യൂ ദ്രാക്ഷി എല്ലാം ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാനിപ്പോൾ ദ്രാക്ഷി ഇട്ടിട്ടില്ല, കാഷ്യൂ മാത്രം ഇട്ടേ വറുത്തിട്ട് അതും ഇട്ട് കൊടുത്തേ. ഒന്ന് പൊടിയാക്കിയിട്ട് ഇട്ടിങ്ങത്ത്. പിന്നെ ദ്രാക്ഷി ഇട്ടില്ലെങ്കിൽ അതും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദ്രാക്ഷി ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നല്ല തെല്ലിനേരം ഇത് ഒന്ന് ഗട്ടിയായിട്ട് തെല്ല് ലൂസായിട്ടുണ്ടല്ലോ അതൊന്ന് ഗട്ടിയായിട്ട് വരണം. തെല്ലിനേരം ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെന്താടി മേലാക്കിയിട്ട് എടുക്കുമോ. അപ്പോൾ ഇത് ഞങ്ങൾ ഷുഗറിലാക്കുമ്പോഴത്തേക്ക് തെല്ല് ഇതിക്ക് ഉപ്പിട്ടുണ്ടെങ്കിൽ ഇതിക്കിപ്പോൾ ഞാൻ ഉപ്പിടൊണ്ടില്ല. പക്ഷേ ചക്കരയിൽ ചെറിയൊരു ഉപ്പിടെ അംശം ഇക്കറ്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഉപ്പിട്ടിട്ടില്ല. നിങ്ങൾ പന്തരയിലാക്കുമ്പോൾ തെല്ല് ഉപ്പിട്ടുണ്ടെങ്കിൽ അതിൽ വീഡിയോ നോക്കൊരു വേണുണ്ടായി ഞാൻ കീഴിൽ കൊടുക്കുറേ. അപ്പോൾ ഇതായിത്തൂടെ പണ്ട നിങ്ങൾക്ക് കണ്ടല്ലേ എങ്ങനെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ആയിട്ട് വന്നത് ചുമ ഇത്ര കട്ടി അവിടെ വേണ്ട. അപ്പോൾ ഞങ്ങൾ പണ്ട റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ബൗൾക്ക് തെല്ല് മൈദ പൊടി ഇട്ടിട്ട് ഇതൊന്ന് ഞങ്ങൾ തണ്ണി വീത്തിട്ട് ഒന്ന് കലക്കിയിട്ട് എടുക്കണം. ഞങ്ങൾ അത് ഒന്ന് ഇതാക്കി കൊടുക്കും, ബന്ധാക്കി കൊടുക്കും വേനായിട്ട്. അതിലൊട്ടിക്ക് തെല്ല് ഉപ്പ് ഇട്ടുള്ളൂ. ഉപ്പിട്ട് ചെറിയ ചൂടുള്ള തണ്ണി വീത്തി കൊടുത്തേ. അപ്പോൾ ഇതൊന്ന് ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്ര ഗട്ടിൽ മയോ ചുമ ഇത്ര ഗട്ടി വേണ്ട. പിന്നെ തെലുപ്പോടത് വേണ്ട. അപ്പോൾ ഇത് ആയിത്തൂടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ബാലത ഞങ്ങൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കണോ കാട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടാക്കി തീരാ. ഒരു 1/4 ഭാഗം ഞങ്ങൾ ഇങ്ങനെ കട്ടാക്കി ഇങ്ങോട്ട് ചെറിയൊരു ഭാഗം ബേക്കണോ കാട്ടണം. അതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിങ്ങോട്ട്. അപ്പോൾ ഇതിനെ കാട്ടി ഇത് തെല്ല പൽപ്പ് കൊരടിയുണ്ട് ഈ ബാലക്ക്. നിങ്ങൾ കൂടെ കിട്ടുന്ന ബാലല്ല അത് അത്രമേ അങ്ങ് രായത്തെ പോലെ നല്ല ഇപ്പോൾ കേരളത്തിലെ കിട്ടുന്ന പോലെ നല്ല നേന്ത്രക്കായെല്ലാം കിട്ടില്ല അത്ര ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഇത് തെല്ല് പൽപ്പ് കൊരടിയുണ്ട്. ഇതിനെ കാട്ടി ഒന്നും കൂടി പഴുത്ത ബാലയെങ്കിൽ അത് നല്ല അവിടെ നിങ്ങൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആവിടും. അപ്പോൾ ഇതിൽ ഉൾഗത്തേക്ക് ഞങ്ങൾ ഇതുപോലെ കട്ടാക്കില്ല. കട്ടാക്കിയ ഉൾഗത്തേക്ക് ഞങ്ങൾ ഇത് ഫില്ലാക്കിയിട്ട് കൊടുക്കണം. ഇത് വലിയ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ഒരു ബാലയുടെ 4 കട്ടാക്കിയിട്ട് അങ്ങനെ 4 സൈഡിലും നുറക്കിടുക അങ്ങനെ വാക്കിടാറ് ഇത്. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഉത്തരലാക്കറി ഇതേപോലെ ഒരേ കട്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ നുറക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കരുത്. അപ്പോൾ വലിയ ബാലൻ്റെ അല്ലെങ്കിൽ 4 പീസാക്കി 4 സൈഡിലും നിറച്ചിട്ട് അങ്ങനെ വാക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഫില്ലാക്കിയിട്ട് കൊടുക്കണം. ഞങ്ങൾ എത്ര ഇങ്ങനെ ഫില്ലാക്കാവിടും ഇങ്ങനെ കട്ടാവുക തീരാ കട്ടാവാത്ത പോലെ ഇണക്കണം. നല്ല ഫില്ലാക്കിയിട്ട് കൊടുക്കുറു. അപ്പോൾ ഇതുപോലെ എല്ലാ ബാലക്കും ഇതേപോലെ ഞങ്ങൾ ഫില്ലാക്കിയിട്ട് എടുത്തെങ്കൈത്ത്. അപ്പോൾ എല്ലാം ഇതുപോലെ അത് തെല്ല് ബാക്കിയുണ്ട് പണ്ട. ഞാനിപ്പോൾ ഇതാക്കിയത് ഈ 4ക്കും ഞാൻ ഫില്ലാക്കി കൊടുത്തേ. അപ്പോൾ ബാക്കി ആയിട്ടില്ല. അപ്പോൾ തെല്ല് ബാക്കിയുന്നത് ഒപ്പസ് ഞാൻ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒപ്പസ് ഞാൻ ഫില്ലാക്കി കൊടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ. അപ്പോൾ ഞാൻ എടുത്ത് പണ്ട ഇത് കറക്റ്റായിട്ട് ഈ ഒരു 4 ബാലക്ക് കറക്റ്റായിട്ട് തേങ്ങ ചക്കര എല്ലാം അത് കറക്റ്റായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് ഞങ്ങൾ ഇപ്പോൾ മൈദ റെഡിയാക്കി വെച്ചല്ലേ ആ മൈദ ഇതുപോലെ ഒന്ന് അങ്ങനെ അവിടെ സൈഡിൽ ഞങ്ങൾ ഇത് എണ്ണയിലിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ അത് പറുത്ത് പണ്ട് അതൊക്കെ പിന്നായിട്ട് അതോടേക്ക് ബന്ധാക്കി കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ മൈദ ഇത് വെച്ചിട്ട്
അപ്പോൾ ഇത് ചുമ ഗട്ടിലാക്കണേ വേണ്ട, ഇത്രമേ തെളുപ്പുൾ മതിയാവും. കണ്ടല്ലേ ഇതുപോലെ. ഇനിയിപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഞങ്ങൾ ഇതുപോലെ തെല്ല് എണ്ണ വെച്ചിട്ട് പാനുക്ക് തെല്ല് എണ്ണ വെച്ചിട്ട് ചുമ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കൊണ്ടില്ല, ഇതുപോലെ എണ്ണമയാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ മൈദ ഇട്ട ഭാഗം ഉണ്ടല്ലോ അത് ഫസ്റ്റ് വെച്ചെങ്കത്ത്. അപ്പോൾ അതവിടെ വേഗം വെന്തിട്ട് കാഞ്ഞിട്ട് കിട്ടുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല കാച്ചിട്ട് എടുക്കണം. ഇതിൽ തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ഇത് ബാല ഇതുകൊണ്ടിട്ട് വേഗമേ കറിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല എല്ലാ സൈഡും നല്ല ಬೇವನಿ ಬಾಲ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ಬೆಂದಿട്ട് വരുമ്പോൾ ತಿನ್ನೋಗು നല്ല ടേസ്റ്റ് അവിടെ ഇത്. അപ്പോൾ ಬೇವಂಟ ಹೋಗ್ತೀರಾ എല്ലാ സൈഡും നല്ല കായണം, അതിലെ കട കൂടി എല്ലാ സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതേപോലെ നല്ല കാച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ആയിത്തോടെ നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇതുപോലെ നല്ല കായണം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കാം ഇതുപോലെ ആവണം, എല്ലാ സൈഡും നല്ല കാഞ്ഞിട്ട് വരണം. ഇതേപോലെ ബാക്കിയെല്ലാം ബാല ഞങ്ങൾ ഇതേപോലെ ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ എണ്ണ ഇതിക്ക് ചുമ വേണിട്ടില്ല കണ്ടില്ല, അതിലെ എണ്ണ ഉണ്ട്, ഇതേ എണ്ണ മയാവും. ബാക്കി ഞങ്ങൾ ബാല ഇതാക്കും കായ്ക്കും ഇതേ എണ്ണ മയോടും. അപ്പോൾ എല്ലാം ನಾನು ಇದುപോലെ ಫ್ರೈ ಆಕಿ എടുത്തത്. അപ്പോൾ നോക്കിയാലേ ഇത് ആക്കോക്ക് ചുമസ്വര ಇಲ್ಲ, ಬೇಗ ನಂಗೆ ഒരു 10-15 മിനിറ്റ് ಒಳಗೆ ನಂಗೆ ಇದು ರೆಡಿ ಆಕಿ എടുക്കുക, ഈസി ആയിട്ടാക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക, അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആക്കിയിട്ട് നോക്കുറോ നോമ്പ് തുറക്കും. ഇത് കേരളത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് സ്നാക്ക് ആയിട്ടിരിക്കുക, പണ്ടേ ഉള്ളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്ക്. ഇത് കേരളത്തിൽ എന്തെങ്കിലും എല്ലാ ರೌತಲು ഇത് നോമ്പിലെ എല്ലാ ರೌತಲು ഇത് ഡെയിലി എല്ലാവരും ആക്കಡೆಂಗೆ ഉള്ളാറ്. അതല്ലെങ്കിൽ എന്തെങ്കിലും സൽക്കാരം ഉള്ളപ്പോൾ അത് എല്ലാത്തുക്കും ഈ ഒരു പയം നിറച്ചത് എല്ലാ പക്കം ഇക്കറ്. അപ്പോൾ ഇത് ഷുഗറിലും ആക്കടാറ്. അതേപോലെ ഇപ്പോൾ ചക്കരെല്ലാം ഇതുപോലെ ഇങ്ങനെ ചക്കരെല്ലാം ആക്കണമെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്ക് വന്നെങ്കിൽ ഒരു പയം നിറച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കണോ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ബേരിക്കടെ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.